എത്ര മനോഹരമാണ് ആ പാട്ട്. പ്രശസ്തിയൊക്കെ വാങ്ങിയാൽ പോലും ഏതെങ്കിലും ഒരു പാട്ടിനെ പറ്റി ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് ഈ എൻ്റെ കൽബിലേക്കുള്ള പാട്ടാണ്. ഞാൻ അടുത്ത കാലത്ത് ഞാൻ ചങ്ങനാശ്ശേരി NSS കോളേജ് പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല. ആ ഒന്നാം വർഷം തന്നെ ആ കുട്ടി വിവാഹിതയായി പോവുകയും ചെയ്തു. ഒരു പക്ഷേ അത് ഏറ്റവും നൊമ്പരപ്പെട്ട ആൾ ഞാനായിരുന്നു. ഇത് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. ഒരു 10-22 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആ കുട്ടി അതിൻ്റെ മകള്, ആ കുട്ടിക്ക് 20 വയസ്സ് പ്രായമുണ്ട്, ആ മകളുമായിട്ട് എന്നെ കാണാൻ തിരുവനന്തപുരത്ത് എൻ്റെ ഓഫീസിൽ വന്നു. അപ്പോൾ ആ മകൾ കുട്ടിക്ക് തിരുവനന്തപുരത്തെ ഒരു പ്രത്യേക കോഴ്സിൽ പഠിക്കാനായിട്ട് വന്നതാണ്. അപ്പം തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ഹോസ്റ്റലിൽ ചേർത്തു. അപ്പോൾ അതിൻ്റെ ലോക്കൽ ഗാർഡിയനായിട്ട് ഒരാൾ വേണം. അതിനുവേണ്ടിയാണ് ആ കുട്ടിയുടെ അമ്മ, അതായത് എൻ്റെ പഴയ സഹപാഠി പഠിച്ചിരുന്നോടത്തോളം കാലം ഞാൻ അതിൻ്റെ ഹോസ്റ്റലിൽ പോയിട്ട് അതിൻ്റെ ക്ഷേമ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറ്. ഒരു ദിവസം ആ കുട്ടി എന്നോട് ചോദിച്ചു, അങ്കിൾ ഒരു കാര്യം പറഞ്ഞാൽ ചോദിച്ച സത്യം പറയണം, അങ്കിളിന് എൻ്റെ അമ്മ ഇഷ്ടമായിരുന്നു അല്ലേ? ഇന്നും ജൂൺ 19 എൻ്റെ ജന്മദിനം. എല്ലാ വർഷവും എനിക്ക് ഉറപ്പാണ് 2 പേര് എനിക്ക് ജന്മദിന ആശംസകൾ തരും. ഒന്നാ കുട്ടിയുടെ അമ്മ, ഒന്നാ കുട്ടി. അപ്പോൾ ഇതുപോലെയുള്ള ഇത് പ്രായം കുറെ കഴിയുമ്പോഴത്തേക്കാണ് ഈ അനുഭവങ്ങളുടെ. ഇന്ന് ഞാൻ വളരെ ചുരുക്കത്തിൽ എൻ്റെ പഴയ സഹപാഠികളൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ അന്നത്തേക്കോ സുന്ദരിമാരെയൊക്കെ ഇപ്പോൾ നമ്മൾ കാണുന്നത്, പക്ഷെ അവരാരും മുടി ധരിച്ചവരെ കാണാൻ പറ്റില്ല. കാരണം ഇപ്പോൾ മുടി ധരിച്ച പെണ്ണുങ്ങളോ പുരുഷന്മാരോ സമൂഹത്തിലില്ല, അറിയാമല്ലോ. ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനം ഉണ്ടെന്നാണ് കോസ്മെറ്റിക് ടൈൽ. അത് ഉപയോഗിച്ചാൽ നമുക്ക് ചെറുപ്പം തിരിച്ചെടുക്കുമെന്നാണ് വിശ്വാസം. എങ്കിൽ പോലും ആ പഴയ ആൾക്കാരെയൊക്കെ കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഇന്ന് സ്വാഗതം പറഞ്ഞ എൻ്റെ യുവ സുഹൃത്തിൻ്റെ പേര് രാകേഷിൻ്റെ സ്വാഗത പ്രസംഗം ഹ്രസ്വമായിരുന്നു. പക്ഷേ ഞാൻ സുപരിചിതനാണെന്നൊക്കെ പറഞ്ഞ് വരുന്ന ആളാണ്. നിങ്ങൾക്ക് എന്നെ അറിയില്ല എന്ന് എനിക്കറിയാം. എന്നെ അറിയാവുന്ന 2-3 ആൾക്കാരുള്ളൂ. ഒന്ന് മിനി എൻ്റെ മകൻ്റെ പ്രായം തന്നെയാണ്. മിനിയുടെ വീടിനടുത്ത് ഞാൻ കുറേ അധിക വർഷങ്ങൾ താമസിച്ചിരുന്നു. അവിടെ മിനിക്ക് തന്നെ അറിയാം. മിനി കൂടെ ഉണ്ടല്ലോ അല്ലേ? മറ്റാർക്കും എന്നെ അറിയില്ല എന്നറിയാം. പക്ഷേ എനിക്കൊരു കാര്യം ഓർമ്മയുണ്ട്. ഞാൻ ഈ ചടങ്ങ് പ്രസംഗം കേട്ടു തുടങ്ങിയപ്പോൾ എനിക്കൊരു ഭയങ്കര ആശങ്ക ഉണ്ടായിരുന്നു. ഞാൻ ലോകത്ത് ഏറ്റവും അധികം ഭയപ്പെടുന്ന ഈ സ്വാഗത പ്രസംഗങ്ങളെ. എന്താ കാര്യം അറിയാമോ? ഈ സ്വാഗത പ്രാസംഗം നമ്മെ പറ്റി എന്ത് പറയുന്നത് നമുക്ക് ഒരു പിടിയില്ല. അവിടെ ചെന്നപ്പോൾ തന്നെ ഞാനൊരു പന്തിയോട് മനസ്സിലാക്കി, പെൺകുട്ടികളൊക്കെ മലയാള ഭാഷ ഒരു ബോംബാസ്റ്റിക് സ്റ്റൈലിൽ കൈകാര്യം ചെയ്യുന്നു. എന്നതിൻ്റെ കാര്യം എനിക്കറിയില്ല, സംഭവം സാഹിത്യമായതുകൊണ്ടായിരുന്നു. എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് പെൺകുട്ടിയുടെ സ്വാഗത പ്രസംഗം എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ശ്രീ PC സനൽകുമാർ IAS ഇവിടെ കൃത്യസമയത്ത് തന്നെ ദിവംഗതനായിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞ സന്ദർഭത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടി മനസ്സിൽ ഉദ്ദേശിച്ചത് ആഗതനായിട്ടുള്ളതാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല. അടുത്ത പരിചയപ്പെടുത്തൽ ഇങ്ങനെയായിരുന്നു. ശ്രീ PC സനൽകുമാറിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ നഭോമണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാൻ നിതംബം തന്നെയാണ്. പെൺകുട്ടി പരിചയപ്പെടുത്തൽ അവസാനിപ്പിച്ചില്ല. പെൺകുട്ടി വീണ്ടും പറയുകയാണ്, ശ്രീ PC സനൽകുമാർ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഹാസ്യ സാഹിത്യകാരന്മാരിൽ എന്തുകൊണ്ടും ശരീരനാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു, എനിക്ക് ആദ്യമായിട്ടാണ് എൻ്റെ നിതംബത്തിൽ ഒരു കോംപ്ലിമെന്റ് കിട്ടുന്നത്. അത് സുന്ദരിയായ ഒരു പെൺകുട്ടിയിൽ നിന്നുമാണ്. ഇതെല്ലാം കഴിഞ്ഞു. അവസാനം കൃതജ്ഞത പറയാനായിട്ടുള്ള പെൺകുട്ടി വൈദ്യുതി വന്നു. എനിക്കത് ഭയമായി. സ്വാഗത പ്രാസംഗം ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഈ കൃതജ്ഞതാ പ്രാസംഗം എന്താണ് പറയാൻ പോകുന്നതെന്നുള്ള ഒരാശങ്കയായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ കൃതജ്ഞതാ പ്രാസംഗയുടെ മുഖത്തെ മൂട് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആകെ വിഷമം തോന്നി. കാരണം വളരെ ഡെസ്പായിട്ട്, വളരെ വിഷാദവതിയായിട്ട് അവരിങ്ങനെ മൈക്കിന് മുമ്പിലേക്ക് ആ കുട്ടി ഇങ്ങനെ വന്നിട്ട് പറയുകയാണ്, ശ്രീ PC സനൽകുമാറിന് ഞങ്ങളുടെ ആദരാഞ്ജലികളെ. അപ്പോൾ ഇതുപോലെയുള്ള ഈ സ്വാഗത പ്രസംഗങ്ങളൊക്കെ ഞാൻ അതിനുശേഷം ഞാൻ എല്ലാ സ്വാഗതം ചെയ്തത് ഞാൻ എൻ്റെ ഭാര്യ പഠിച്ച കോളേജാണ്, എൻ്റെ മകൾ പഠിച്ച കോളേജാണ്. അപ്പോൾ അങ്ങനെയുള്ള കോളേജിൽ വർഷങ്ങൾക്ക് ശേഷം എന്നെ ഒരു ഉദ്ഘാടനമായിട്ട് ക്ഷണിക്കുക എനിക്ക് ആദ്യം വിശ്വസിക്കാൻ തോന്നിയില്ല. കാരണം കേരളത്തിലെ ഏറ്റവും വലിയ വനിതാ കോളേജാണ്, വർണ്ണ ശബരിമയുള്ള കോളേജാണ്, 4000-ലധികം പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജിൽ എന്നെ ക്ഷണിച്ചിരിക്കുന്നു. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഈ സനൽകുമാർ എന്നുള്ള പേര് കിട്ടുമ്പോൾ കൊച്ചു പയ്യന ചെറുപ്പക്കാരനാവല്ലാന്ന് വിചാരിച്ചിട്ടാണ് എന്നെ വിളിച്ചത്. പക്ഷേ എനിക്ക് തോന്നിയില്ല. കാരണം അവർ ആ കോളേജിലെ എക്കണോമിക്സ് പ്രൊഫസർ എന്നെ വന്ന് എൻ്റെ ഓഫീസിൽ വന്ന് കണ്ടിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പോൾ എൻ്റെ ശരീരപ്രകൃതിയെ പറ്റി ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് വിളിച്ചത്. ആശയക്കുഴപ്പമുണ്ടായിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വളരെ ത്രില്ലായിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഞാൻ ആ കോളേജിൽ ചെല്ലുന്നു, ഭയങ്കര സന്തോഷത്തോടെയാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. പക്ഷെ ഒരൊറ്റ നിമിഷം കൊണ്ട് എൻ്റെ സന്തോഷം മുഴുവനും പോയി. എന്താ കാര്യം എന്നറിയാമോ?
ഞാൻ അവിടെ കണ്ടത് എന്നേക്കാൾ വലിയൊരു VIP കൂടെ അവർ വിളിച്ചിരിക്കുന്നു. ആ VIP മറ്റാരുമായിരുന്നില്ല, ശ്രീ ജാസി ഗിഫ്റ്റായി. ഞാൻ ചെയർപേഴ്സണോട് ചോദിച്ചു, കുട്ടി എന്താ പിന്നെ ഈ ജാസിയെ വിളിച്ചിട്ട് എന്നോട് പറയാതിരുന്നത് എന്താണ്? അതിലെന്താണ് സാർ കുഴപ്പം? സാറാണ് സാർ ഉദ്ഘാടകൻ, പ്രോട്ടോകോൾ അനുസരിച്ച് സാറാണ് സാർ ഏറ്റവും വലിയ പ്രാസംഗികൻ. ജാസിയെ ഞങ്ങൾ വിളിച്ചിട്ടുള്ള ആശ്ലത്തിന്റെ ഉദ്ഘാടനത്തിനാണ് സാർ. പിന്നെ എന്താണ് സാർ പ്രശ്നം? ഞാൻ പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. അല്ല, എന്തോ പ്രശ്നമുണ്ട് സാറിന്റെ മോഹം ഉണ്ടാകാൻ അറിയാമല്ലോ, സാർ വല്ലാതിരിക്കും, തുറന്നു പറയണം സാർ, എന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞില്ല, ഒരു പ്രശ്നമൊന്നുമില്ല. അല്ല സാർ കള്ളം പറയണം, സാർ തുറന്നു പറയണം സാർ. അപ്പൊ ഞാൻ പറഞ്ഞു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നുമില്ല, അദ്ദേഹത്തിന്റെ താരപ്രഭയില് എന്റെ നിറം മങ്ങി പോകുമോ എന്നുള്ളൊരു ഭയം ഉള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ കുട്ടി പറയാണ്, സാർ എന്തിനങ്ങനെ ഭയപ്പെടണം, രണ്ടുപേരുടെയും നിറം ഒന്നല്ലേ. അതായിരുന്നു എൻ്റെ ഏറ്റവും രസകരമായ ഒരു കോളേജ് അനുഭവങ്ങളിൽ. മറ്റൊന്ന്, ഇതുപോലെ ഞാനൊരു കോളേജിൽ പ്രസംഗിക്കാൻ. അപ്പോൾ ആ കോളേജിൽ വർഷങ്ങൾക്ക് ശേഷം എന്നെ പ്രസംഗിക്കാൻ ക്ഷണിക്കുക, എൻ്റെ മകൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലയളവിൽ തന്നെ എനിക്കവിടെ പോയി പ്രസംഗിക്കാൻ കഴിയാം. എനിക്ക് വലിയ സന്തോഷം. ഞാൻ എവിടെ പോയി പ്രസംഗിക്കുമ്പോഴും ഒരല്പം തമാശ പറഞ്ഞുകൊണ്ട് പ്രസംഗം ആരംഭിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ അന്ന് എനിക്ക് ഒരു തമാശയും പറയാൻ പറ്റിയില്ല. എന്താ കാര്യം എന്നറിയാമോ? ഞാൻ നോക്കുമ്പോൾ എൻ്റെ മൂത്ത മകൻ എൻ്റെ ഫ്രണ്ടിൽ വന്ന് കയറിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തമാശ പറയാനുള്ളൊരു മൂഡ് അല്പം നേരത്തേക്ക് നഷ്ടപ്പെട്ടു. അപ്പം ഞാൻ വിചാരിച്ചു തമാശ പറയേണ്ട, വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ചോളാൻ വിചാരിച്ച് ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് സംസാരിച്ചു തുടങ്ങിയത്. എന്താണെന്നറിയാമോ? ശ്രീബുദ്ധൻ്റെ ഫിലോസഫി. ഞാൻ പറഞ്ഞു, ശ്രീബുദ്ധൻ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിലെ സമസ്ത പ്രശ്നങ്ങൾക്കും കാരണം ആശയാണ്, ആശ മാത്രമാണ്. അതുകൊണ്ട് ജീവിത വിജയം നേടുവാൻ നാം ആശയെ തുരത്തി ഓടിച്ചേ മതിയാവും എന്ന് പറഞ്ഞ് തീർന്നില്ല. അതിന് മുമ്പ് എൻ്റെ ഫ്രണ്ടിൽ ഒരു പയ്യൻ ചാടി എഴുന്നേറ്റ് പറയാണ്, സാർ എക്സ്ക്യൂസ് മീ. ഞാൻ എന്താണ് അറിയാ സാർ, എൻ്റെ പ്രശ്നം ആശയല്ല, അവരുടെ അനുജത്തി ഗീതയാണ്. അപ്പോൾ ഒരു നിമിഷം ഞാൻ വല്ലാതായി. ഇനി മറ്റൊരു സ്ഥലത്ത് ഞാനൊരു യോഗത്തിൻ്റെ അധ്യക്ഷനായി. ഈ കാര്യപരിപാടി എഴുതിയ കടലാസ് കൃഷ്ണൻ പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാനൊരു കരിങ്കല്ലെടുത്ത് ഈ നോട്ടീസ്